മോഷണക്കേസ് പ്രതിയുടെ പശ്ചാത്തലം അന്വേഷിക്കാനെത്തിയ പോലീസ് സംഘത്തിന് തോന്നിയ സംശയത്തിൽ നിന്നാണ് നാടിനെ നടുക്കിയ ഇരട്ടക്കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത്. സുനേക് NJ എന്ന SIയുടെ നിരീക്ഷണവും അന്വേഷണ ബുദ്ധിയുമാണ് ഇരട്ടക്കൊലപാതക കേസിലേക്ക് എത്തിയത്. കഴിഞ്ഞ 2-ാം തീയതിയാണ് മോഷണക്കേസിലെ നിതീഷും വിഷ്ണുവും പിടിയിലാകുന്നത്. തൊണ്ടി മുതൽ എന്തെങ്കിലും വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന് തിരയുന്നതിനായി അന്വേഷണ ഉദ്യോഗസ്ഥൻ SI സുനേക് NJ കക്കാട്ടുകടയിലെ വീട്ടിലെത്തി. എന്നാൽ വീട്ടിൽ ആൾതാമസമുള്ള ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല. മുൻവശത്തെ വാതിൽ പൂട്ടിയിരിക്കുന്നു. ഇതിനിടയിൽ മുഖ്യപ്രതി നിതീഷിനെ ഇവിടെ വെച്ച് കണ്ടു. നിതീഷ് എറണാകുളത്തായിരുന്നെന്നും സുഹൃത്തിനെ തേടി എത്തിയതാണെന്നും കള്ളം പറഞ്ഞു. SI നിതീഷിന്റെ കയ്യിലിരുന്ന ഫോൺ ആവശ്യപ്പെട്ടു. ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. ചാർജ് തീർന്നപ്പോൾ ഓഫായെന്ന നിതീഷ് വീണ്ടും കള്ളം പറഞ്ഞു. ഫോൺ ഓൺ ചെയ്തപ്പോൾ 70% ബാറ്ററിയുണ്ട്. ഗ്യാലറി പരിശോധിച്ചപ്പോൾ പകൽ സമയത്ത് കട്ടപ്പനയുടെ പരിസരത്തു നിന്നെടുത്ത ചിത്രങ്ങളും കണ്ടു. ഇതോടെ നിതീഷ് പറഞ്ഞത് കള്ളമാണെന്ന് ബോധ്യപ്പെട്ടു. ഒപ്പം വീടിന്റെ അന്തരീക്ഷവും സംശയം ജനിപ്പിക്കുന്നതായിരുന്നു. ഇതോടൊപ്പം വീടിന്റെ ജനലുകളും മറ്റു ഹോളുകളും അടച്ചിരിക്കുന്നതും സംശയം വർദ്ധിപ്പിക്കുവാൻ കാരണമായി. തുടർന്ന് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. പിന്നീട് വീണ്ടും സെർച്ച് ഓർഡറുമായി വീട്ടിലെത്തി പരിശോധന നടത്തി. ഇതോടെ വീട്ടിലും ഇവിടെ താമസിക്കുന്നവരിലും ദുരൂഹത നിറഞ്ഞു നിൽക്കുന്നതായി തോന്നി. ഇത് CIയെ അറിയിച്ചു. CI മുഖേന വിശദമായ റിപ്പോർട്ട് DYSPക്കും SP-ക്കും കൈമാറി. ഇതോടെയാണ് നാടിനെ നടുക്കിയ 2 കൊലപാതകങ്ങളിലേക്ക് എത്തുവാൻ പോലീസിന് കഴിഞ്ഞത്. സുനേക് NJ എന്ന SIക്ക് ഈ പോലീസ് ഉദ്യോഗം കേവലം ഒരു ജോലി മാത്രമല്ല, ജീവിതവും ജീവനുമാണ്. അതുകൊണ്ട് തന്നെയാണ് 2 അരുംകൊലയുടെ കഥ ചുരുളഴിക്കുവാൻ സാധിച്ചതും. വീഡിയോ ജേർണലിസ്റ്റ് S. ശ്രീകുമാറിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.